നീ പ്രേമിക്കണം ഇനി പ്രേമിച്ച ശരിയാകും. പ്രേമിക്കുന്നതിന്റെ മോശം എന്ന് പറയുന്നത് ഈ കുട്ടി കണ്ടാ 500 ലൈനുണ്ട്. ആണോ? എനക്കിഷ്ടായി. അല്ല ആ കുട്ടി എങ്ങനെ ഉണ്ടാവും? തുടങ്ങി ഇതാ വരുന്ന കുട്ടി നല്ല രസല്ലേ? ഇതേ എണീക്ക്. നല്ല കുട്ടിയല്ലേ? നിങ്ങൾക്ക് ഓളെ പ്രേമിച്ചൂടെ? അതിൻ്റെ അത്ര ഹൈറ്റ് പോരാ. ഈ പിന്നെ പൃഥ്വിരാജിന്റെ ഐറ്റാണല്ലോ. ആ കുട്ടി പറ്റോ? ആ നീല ഗ്ലാമർ ലേശം കൂടുതലല്ലേ? അതിന്റെ മുതലാളി ആ പെൺകുട്ടിയോ? ആ പെൺകുട്ടിയല്ല അതിന്റെ ബാക്കിൽ വരുന്നേ. ഈ കുട്ടിയോ? ഈ കുട്ടിയാണ് മുതലാളി? എന്താ പറയാ? നല്ല മുതലാളി. എന്താ പറയാ ഇവിടെ? ഇതൊക്കെ എന്റെ ചങ്ങായിമാരാ. ഇവരല്ലേ? ഹായ്. താൻ ലീവ് എടുത്ത് കറങ്ങിടക്ക. അല്ല അത് ഇന്നത്തെ ശമ്പളമല്ലേ? അത് കട്ടാണ്. മൂപ്പര് ഭയങ്കര കളിപ്പിലാണല്ലോ. മൂപ്പര സ്വഭാവം എങ്ങനെയാ, പക്ഷെ ഭയങ്കര സ്നേഹ. എന്നാ പിന്നെ നമുക്കൊന്ന് ആഘോഷിക്കല അതിന്റെ പേരില്. എന്നാ ഒരു കുപ്പി പൊട്ടിച്ചാലോ? അതന്നെ. ആ ഇന്നത്തെ ശമ്പളം നേരത്തെ എടുത്ത് നന്നായി. ഇതേ നിന്റെ കൂട്ടുകാരികൾ വരുന്നുണ്ടോ? മനുഷ്യനോട് ബോറടിച്ച് പണ്ടാരടങ്ങി. എന്റെ കൂടെ ഇരിക്കുമ്പോളാ എനിക്കാ എന്നാ ഞാൻ കുറെ കാലം പണ്ടാരടങ്ങേണ്ടി വരും. ചിലപ്പോ ജീവിതകാലം മുഴുവൻ. സംഭവം നടന്നാ കൊള്ളാം. അവര് വരുന്നുണ്ട്. ഇനി എനിക്ക് പോലോ. എന്നാ നീ വിട്ടോ മോനെ പ്രണവേ. ബോറടി മാറ്റാനായി കെ രാഘവൻ മാഷിന്റെ കുറെ പാട്ടുകൾ എടുത്തുന്ന കേക്ക്. ഓക്കേ മംഗമാരിലെത്തിയല്ല. എന്തേനു? പിന്നല്ലേ നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചോ? ഞങ്ങൾ വേണമെങ്കിൽ നടത്തി തരാടി. അവൻ ഇഷ്ടം തന്നെയാ. അയ്യോ വേണ്ടായേ. നിങ്ങൾ എന്തിനാ കാണണമെന്ന് പറഞ്ഞ്? സത്യത്തിൽ ഇത് പറയാൻ തന്നെയാ. നമുക്കിതങ്ങ് പ്രൊസീഡ് ചെയ്താലോ? പൂത്ത കാശ. നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഓന്റെ ചങ്ങായിന്ന്? അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാ. ആ ലിസിയോട് ഇനി എന്തു പറയും? ഓ ഓളിങ്ങളെ ചട്ടം കെട്ടിയതല്ലേ? ഓക്കെ ഓക്കുള്ളത് ഞാൻ കൊടുത്തോളാം. എന്നാ നമ്മൾ വിട്ടാലോ? അതെ ലിസമ്മോ, ഇനിയിപ്പോ ബ്രോക്കർ പണി തുടങ്ങിനാ? നീ എപ്പോ വന്ന? ഇന്ന് ബാങ്ക് പോകാനില്ലേ? ലളിതമ്മ കൊറേ നേരം കാത്തുനിന്ന്, പിന്നെ ഒറ്റക്ക് പോയി. അല്ല അതെല്ലാം വിട്. നീ ഇങ്ങോട്ട് നോക്കിയേ, എന്റെ മുഖത്തേക്ക് നോക്ക്. അതെ കൂട്ടുകാർ കാര്യമെല്ലാം പറഞ്ഞു. നീ ഇങ്ങോട്ട് നോക്കിയേ. എന്നാ കല്യാണോ? എടി അത് ഞാൻ ചുമ്മാ. എന്താടോ എനിക്കെന്താ പറ്റിയേ? അതോ അത്രക്ക് ഭാരമായോ ഞാൻ? അതല്ലടി, നിനക്കൊരു ജീവിതം വേണം, അല്ലെങ്കിൽ പിന്നെ എന്റെ അവസ്ഥയാവും. ലിസക്ക അതിനത്ര പ്രായമൊന്നും ആയിട്ടില്ല. ഇനി ഒരുപാട് സമയമുണ്ട്. അച്ഛനും അമ്മയും പോയപ്പോ ലിസ അനാഥയായി. ഉണ്ടായ കടം തീർക്കാൻ വേണ്ടി ഉള്ള പോരയും വിറ്റ് തെരുവിൽ ഇറങ്ങണതിന് മുമ്പേ നീ എന്നെ കൂട്ടി. എനക്ക് തന്നെ മതി, ഞാൻ ഹാപ്പിയാ. അയ്യോ ലിസക്കൊച്ച് സെന്റി അടിക്കുന്നു. എടോ എല്ലാവരും ഒരു തരത്തിൽ ഒറ്റക്ക് തന്നെയാ. പിന്നെ ഒരു കുടുംബം പോലെ ഇങ്ങനെ ഒന്നിച്ചു പോന്നു. അപ്പൊ നമുക്ക് എല്ലാവരും ഉള്ളത് പോലെ തോന്നും. നമുക്കത് പോരെ? നിനക്കൊരാള് വേണടി. ഒരു ചേച്ചിയുടെ സ്ഥാനം നീ എനിക്ക് മനസ്സിൽ തരുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അതിന് ശ്രമിക്കും. എന്നാ ഈ ഏച്ചിയും കൂടി ഒന്നിനെ കണ്ടെത്ത്. എന്നിട്ട് പോരെ അനീതി? എന്റെ കാര്യം പിന്നെ നോക്കാം. നോക്കാം. നാളെ ബീച്ചില് പരിപാടി ഉള്ളതാ, അത് മറക്കണ്ട. ആദ്യം അതിന്റെ കാര്യങ്ങൾ നോക്ക്, ബാക്കിയൊക്കെ പിന്നെ.